കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ധർമ്മശാലയിൽ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ എ.വി. കുഞ്ഞമ്പു സ്മാരക വായനശാല അയ്യൻകോൽ ഒന്നാം സ്ഥാനം നേടി. വൻകിട ശക്തികളാണ് ഇന്റർനെറ്റ് സംവിധാനം കൈയടക്കി വെച്ചിരിക്കുന്നത്. അതിന് ബദലായ പ്രസ്ഥാനമാണ് COA. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കെ-ഫോൺ പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്ത് കണക്ഷൻ നൽകാൻ കേരള വിഷൻ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ സാധാരണ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാട് ദൃശ്യമാധ്യമ മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ധർമ്മശാലയിലാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ തളിപ്പറമ്പ് നഗരസഭയിലെയും ആന്തൂർ നഗരസഭയിലെയും 6 ടീമുകളാണ് മാറ്റുരച്ചത്. എ.വി. കുഞ്ഞമ്പു സ്മാരക വായനശാല അയ്യങ്കോൽ ഒന്നാം സ്ഥാനവും ദ്രുതതാളം വാണിയങ്കര 2ാം സ്ഥാനവും റെഡ് സ്റ്റാർ ബക്കളം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. ഒന്നാം സ്ഥാനക്കാർക്ക് 3000 രൂപയും 2ാം സ്ഥാനത്തിന് 2000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 1000 രൂപയുമാണ് പ്രൈസ് മണിയായി നൽകുന്നത്. വിജയികൾക്കുള്ള സമ്മാന വിതരണം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് നടക്കും. പറശ്ശിനി മേഖലാ സെക്രട്ടറി NVK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ, ആന്തൂർ നഗരസഭാ കൌൺസിലർമാരായ C ബാലകൃഷ്ണൻ, TKV നാരായണൻ, വിധികർത്താക്കളായ രേണുക K ബക്കളം, പ്രവീണ മോഹൻ കൂവോട, COA പറശ്ശിനി മേഖല എക്സിക്യൂട്ടീവ് അംഗം KC രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.